ഹായ് മക്കളെ, പ്ലസ് ടു ബോർഡ് എക്സാം കഴിഞ്ഞല്ലേ? ഒരു എഞ്ചിനീയർ ആവണം എന്ന ആഗ്രഹത്തിലാണ്. സോ എഞ്ചിനീയർ ആവാൻ രണ്ട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ മുന്നിൽ. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് ബ്രാഞ്ച് വേണമെങ്കിലും കിട്ടുന്ന ഒരു സാധാരണ കോളേജിൽ ഇപ്പോഴേ അഡ്മിഷൻ എടുത്ത് ഇപ്പോഴേ നിങ്ങൾക്ക് നിങ്ങളുടെ പഠനം ആരംഭിക്കാം. അതല്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത്, ഒരു വർഷം ഡ്രോപ്പ് ചെയ്ത്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ, അതായത് NIT, IIT പോലെയുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അപ്പോൾ ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അവിടെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു വർഷം അതിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. ഏതാണ് നല്ലത്? ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ടാവും അല്ലേ? നമ്മുടെ വീടിന് തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട്, അവിടെ ഇപ്പോഴേ നമുക്ക് പോയി ജോയിൻ ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് നമുക്ക് പഠിക്കാം. സോ അത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വർഷം സേവ് ചെയ്യാൻ പറ്റും. മറ്റേതെന്ന് പറയുന്നത് ഒരു വർഷം നമ്മളതിനു വേണ്ടി മാറ്റി വെക്കുന്നു, എന്നിട്ട് അവിടെ പഠിച്ചത് കൊണ്ട് നമുക്ക് എന്ത് ഉപകാരമുള്ളതല്ലേ? ഈ നമ്മൾ മാറ്റി വയ്ക്കുന്ന ഒരു വർഷം നമുക്ക് എങ്ങനെയാണ് പിന്നീട് നമ്മുടെ ലൈഫിൽ അത് നമുക്ക് ഒരിക്കലും സേവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉള്ളൊരു സമയമായിരിക്കും ഇപ്പം നിങ്ങൾക്ക്. ഞാൻ ഇത് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസുകൾ ഞാനൊന്ന് പറയാം. ആദ്യം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു സാധാരണ എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ച് നിങ്ങൾ എടുക്കുന്നു, പഠിച്ചു തുടങ്ങുന്നു. ക്വാളിറ്റിയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവിടെ കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. നമ്മൾ ഒരുപാട് കേൾക്കുന്നുണ്ട്, നമ്മുടെ വീടിനടുത്തുള്ള കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് BTech കഴിഞ്ഞിറങ്ങുന്ന ആളുകളുടെ സപ്ലികളുടെ എണ്ണം കേട്ട് നമ്മൾ പലപ്പോഴും ഞെട്ടാറുണ്ട് അല്ലേ? സോ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് അതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന എക്സ്പോഷർ, ക്യാമ്പസ് ലൈഫ്. ഇതൊക്കെ ഒരു സാധാരണ കോളേജിൽ കിട്ടുന്ന അതേ ലൈഫ് മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. ആക്ച്വലി ഇതൊന്നുമല്ല ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. കുറച്ച് കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊന്നുമല്ല ഒരു ക്യാമ്പസ് ലൈഫ് എന്ന് പറയുന്നത്. മറ്റൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റി, അവിടെ കിട്ടാൻ പോകുന്ന ഫെസിലിറ്റീസ്, ഇതൊന്നും ഒരിക്കലും ഞാൻ നേരത്തെ പറഞ്ഞ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കിട്ടാൻ പോകുന്ന ഒരു സാധാരണ ക്യാമ്പസും അവിടുത്തെ ലൈഫും അവിടുത്തെ ഫെസിലിറ്റീസുമായി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? സാറ്റിസ്ഫൈഡ് ആകേണ്ടി വരും. ഇനി ഇതിനെല്ലാം പുറമേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. നിങ്ങളൊരു കോഴ്സ് പഠിക്കാൻ തീരുമാനിക്കുമ്പോൾ അതിൻ്റെ മോട്ടീവ് എന്താ? ആ കോഴ്സിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം മാത്രമാണോ? ഒരിക്കലും അല്ല. നമ്മുടെ ഫ്യൂച്ചർ സെറ്റ് ആവണം, നമ്മുടെ കരിയർ സെറ്റ് ആവണം, നമുക്ക് ഭാവി എന്താവണം? സേഫ് ആവണം. ഭാവി സേഫ് ആകണമെങ്കിൽ ഈ കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ നമുക്കൊരു ജോലി ഉറപ്പാവണം. നമ്മുടെ നാട്ടിലെ സാധാരണ കോളേജിൽ നിങ്ങൾ പഠിച്ചിറങ്ങുമ്പോൾ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വളരെ ചുരുക്കം കോളേജുകളിൽ മാത്രമേ പ്രോപ്പറായ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി അവിടെ നിങ്ങൾക്കൊരു പ്ലേസ്മെൻറ്റ് കിട്ടിയാൽ തന്നെയും ആനുവൽ പേ എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് താഴെയായിരിക്കും നിങ്ങളുടെ ആനുവൽ പേ. ഓക്കെ, ഒന്ന് പ്ലേസ്മെൻറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. രണ്ട്, പ്ലേസ്മെൻറ്റ് കിട്ടിയാൽ തന്നെയും ചെറിയ ആനുവൽ പേയിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വർഷങ്ങളോളം ഈ കമ്പനികളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ അതായത് നമ്മൾ ഈ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ ഓരോ മൊമെൻറ്റും ഓരോ വർഷവും കഴിയുമ്പോഴും നമ്മുടെ ഉള്ളിലെ ടെൻഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. എന്താ സംഭവിക്കുക? 4 വർഷം കഴിഞ്ഞ് കോഴ്സ് പഠിച്ചിറങ്ങുമ്പോൾ എനിക്കൊരു ജോലി കിട്ടുമോ എന്ന ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ എല്ലായ്പ്പോഴും നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വർഷം ഇതിനു വേണ്ടി മാറ്റി വെച്ച് 2027 ജെയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ആ ജെയ് ക്രാക്ക് ചെയ്ത് നിങ്ങൾ ഇന്ത്യയിലെ പ്രീമിയം എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായിട്ടുള്ള NITകൾ, IITകൾ, IIITകൾ പോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ എടുത്താൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? ഒന്ന്, നിങ്ങൾക്ക് അവിടെ ഒരു സീറ്റ് ഉറപ്പായാൽ 4 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്കൊരു മികച്ച ആനുവൽ പാക്കേജിലുള്ള ജോലി കൂടി ഉറപ്പായി എന്നാണ് ഇതിനർത്ഥം. അപ്പം 4 വർഷവും ഒരു ടെൻഷനും ഇല്ലാതെ ക്യാമ്പസ് ലൈഫ് എൻജോയ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്കൊരു ജോലി കിട്ടുന്ന കാര്യം ഉറപ്പാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവിടെ കിട്ടാൻ പോകുന്ന ക്ലാസ്സുകളുടെ ക്വാളിറ്റിയാണ്. ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഫെസിലിറ്റീസും ഇൻ്റർനാഷണൽ ലെവലിലുള്ള സെമിനാറുകളും അതിന് ഒക്കുന്ന ഫാക്കൽറ്റീസും അടങ്ങുന്ന വലിയൊരു നിരയാണ്, വലിയൊരു ക്യാമ്പസാണ് നിങ്ങളെ വെൽക്കം ചെയ്യാൻ പോകുന്നത്. സോ അവിടുത്തെ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കോളേജുകളുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഫെസിലിറ്റീസാണ്. അവിടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പോഷർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ കോളേജുകളുമായിട്ട് ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. ഇതിനെല്ലാം പുറമെ 4 വർഷം പഠിച്ചിറങ്ങുമ്പോൾ അവിടെ പ്ലേസ്മെൻറ്റുമായിട്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ആഗോള ഭീമന്മാരെന്നൊക്കെ നമ്മൾ വിളിക്കുന്ന വലിയ കമ്പനികളാണ്. ആമസോൺ പോലെ, സാംസങ് പോലെ, ആപ്പിൾ പോലെയുള്ള വലിയ കമ്പനികളാണ് നിങ്ങളെ പ്ലേസ്മെൻറ്റിന് വേണ്ടി കാത്തിരിക്കുന്നത്. അവിടുത്തെ ആനുവൽ പാക്കേജ് എന്ന് പറയുന്നത് ഒരു 30-40 ആവറേജ് ഒരു 30 to 40 ലാഖൊക്കെ ആനുവൽ പാക്കേജോട് കൂടിയായിരിക്കും നിങ്ങളുടെ പ്ലേസ്മെൻറ്റ് സംഭവിക്കുക. അതായത് ഒരു സാധാരണ കോളേജിൽ പഠിച്ച് പ്ലേസ്മെൻറ്റ് കിട്ടി, ഒരു സാധാരണ ജോലി കിട്ടി, നിങ്ങൾക്ക് ഈ ഒരു പാക്കേജിലേക്ക് എത്തണമെങ്കിൽ ചിലപ്പോൾ മിനിമം 10 വർഷമെങ്കിലും ഈ പറയുന്ന ഒരു പാക്കേജിലേക്ക് എത്താൻ നിങ്ങൾ എടുക്കും.
അതിന് പകരം ഇവിടെ ആദ്യത്തെ വർഷം തന്നെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പാക്കേജിനെ കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. എന്നാൽ ഇനി ഇതൊരു ആവറേജ് പാക്കേജ് മാത്രമാണ്. ഇതല്ല, പലർക്കും NIT-കളിലും IIT-കളിലും പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന ആനുവൽ പാക്കേജ് 1 കോടിയോ അതിന് മുകളിലോ ഒക്കെ ആനുവൽ പാക്കേജോട് കൂടി പലരും അവിടുന്ന് പ്ലേസറായ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിന് പുറമെ ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതായത് പല കമ്പനികളുടെയും ടോപ്പിലിരിക്കുന്ന, ഈവൻ നമ്മുടെ രാഷ്ട്രീയത്തിലാണെങ്കിൽ പോലും പൊളിറ്റിക്സിലാണെങ്കിൽ പോലും ടോപ്പിലിരിക്കുന്ന പലരും, ഇന്ത്യക്കാരായ പലരും IIT-കളിലെ NIT-കളിലെ അലൂമിനിയാണ്. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ആലോചിക്കുക. എന്നിട്ട് നിങ്ങളൊരു തീരുമാനം എടുക്കുക. നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കോളേജിൽ പഠിച്ച് 1 വർഷം സേവ് ചെയ്യുകയാണോ വേണ്ടത്, പകരം ആ 1 വർഷം എഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്ത് എഫക്റ്റീവായി ഇൻവെസ്റ്റ് ചെയ്ത് 1 വർഷം JEE പോലെയുള്ള കോമ്പറ്റീറ്റീവ് എക്സാമുകൾക്ക് പഠിക്കുകയാണോ നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് തീരുമാനിക്കുക. സപ്പോസ് നിങ്ങളുടെ തീരുമാനം ഞാൻ പറഞ്ഞ 1 വർഷം ഡ്രോപ്പ് ചെയ്ത് JEEക്ക് പ്രിപ്പയർ ചെയ്യാനാണ് എങ്കിൽ, സൈലത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് 1 വർഷം പഠിക്കാനുള്ള JEE റിപ്പീറ്റ് ചെയ്യാനുള്ള അവസരമാണ് സൈലത്തിൻ്റെ എക്സ്ക്ലൂസീവ് ഓൺലൈൻ ധീര ബാച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഓൺലൈനായി നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ കംഫേർട്ട് സോണിലിരുന്ന് JEEക്ക് വേണ്ടി റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ പാരൻസിനൊപ്പം ടെൻഷനൊന്നുമില്ലാതെ, സ്ട്രെസ്സൊന്നുമില്ലാതെ, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ട്, ട്രാവലിംഗ് ടൈമൊക്കെ സേവ് ചെയ്തുകൊണ്ട്, സെൽഫ് പ്രിപ്പറേഷന് മാക്സിമം സമയം കിട്ടിക്കൊണ്ട് നിങ്ങൾക്ക് അടുത്ത 2027 JEEക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. സോ ധീര ബാച്ചിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി അറിയാം, പല വീഡിയോകളായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ലൈവ് ക്ലാസ്സുകളിലൂടെയാണ് നമ്മൾ പോർഷൻസ് നൽകുക. മെറ്റീരിയലുണ്ട്, കൃത്യമായിട്ടുള്ള എക്സാം സീരീസുകളുണ്ട്, ഇൻക്ലൂഡിങ് CBT മോഡലിൽ നടത്തുന്ന GIBകൾ ഉൾപ്പെടെയുള്ള എക്സാം സീരീസുകളെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. ജനുവരിയിൽ നടക്കാൻ പോകുന്ന JEE മെയിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിനേഷനാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ആലോചിച്ച് നിൽക്കാൻ നമുക്ക് സമയമില്ല. നിങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക. അടിപൊളിയായി നമുക്ക് പഠിക്കാം. 2027 JEE നമുക്ക് ഒരുമിച്ച് ക്രാക്ക് ചെയ്യാം.